അതിൽ വിശ്വാസ്യത? എന്താണ് ഈ നാട്ടിലെ ലക്ഷക്കണക്കായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ വളരെ സുതാര്യമായിട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന PSC പോലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അങ്ങേയറ്റം എന്താ പറയേണ്ടത്, നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ, അതിന്റെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിലല്ലേ ഇവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? 65 ലക്ഷവും 60 ലക്ഷവും ഒക്കെ കൊടുത്ത് അംഗത്വം നേടുന്ന ഒരാള് PSC അംഗമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നതിനെ സംബന്ധിച്ച് പിന്നെ വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തില് റാങ്ക് ഹോൾഡേഴ്സ് മുഴുവൻ സെക്രട്ടേറിയറ്റ് നടയിൽ സമരമാണ്. ഭരണകക്ഷി നേതാക്കന്മാർ തിരിഞ്ഞു നോക്കുന്നില്ല. അവർ എഴുന്നേറ്റ് പോകാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ള കാര്യമാണ്. ഓരോ റാങ്ക് ലിസ്റ്റിൽ നിന്നും കേവലം 30% പോലും ആളുകളെ നിയമിക്കുന്നില്ല. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് PSC? എന്തിനു വേണ്ടിയിട്ടാണ് ഈ 20ഉം 22ഉം അംഗങ്ങളെ കേരള PSCയിൽ തിരികെ കയറ്റുന്നത്? അവർക്ക് നാട്ടിലില്ലാത്ത ശമ്പളം, ഈ നാട്ടിലെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒന്നും ഇല്ലാത്ത ശമ്പളമാണ് കേരളത്തിലെ PSC അംഗത്തിന്. വലിയ പെൻഷനാണ്, ചികിത്സാ സഹായം, റീഇംബേഴ്സ്മെന്റ്. ഒരാൾ 40 ലക്ഷം രൂപ മേടിച്ചെന്ന് പറയുന്നത് റീഇംബേഴ്സ്മെന്റ് ആയിട്ട്. എന്തായി കഥ? ഭരണം വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഘടകകക്ഷി നേതാക്കന്മാര് ബാർഗൈൻ ചെയ്യുന്നത് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല. എന്നാ പിന്നെ ഒരു PSC അംഗത്വം തന്നേക്കുന്ന പറയുന്നത്. കാരണം ഒരു PSC അംഗത്വത്തെ കിട്ടിയാൽ ഒറ്റയടിക്ക് ആ ഘടകകക്ഷിയുടെ നേതാവിന് 65 ലക്ഷം മേടിച്ചിട്ട് ഇത് വിൽക്കാം. ഇത് ഈ കേരളത്തിലാണ്, എല്ലാവരും അഭിമാനത്തോടു കൂടി പറയുന്നത് ഈ കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് കേരള PSCയുടെ വിശ്വാസ്യത തിരിച്ചു പിടിക്കുന്ന തരത്തിലുള്ള, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആവശ്യം, ഒന്നുകിൽ CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണം. കാരണം മന്ത്രിസഭ തീരുമാനിക്കേണ്ട ഒരു വിഷയത്തിലാണ് അഴിമതി നടന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തില് ഇത്രയും വലിയൊരു വിവാദം ഉണ്ടായിട്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഈ ചർച്ച മുഴുവൻ നടത്തിയിട്ട് ഒരു വിജിലൻസ് ഒരു കേസും കൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോഴാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇതിപ്പോ എല്ലാ ദിവസവും പത്രത്തിൽ വരുന്നത് എന്താ? CPM വിശദീകരണം ചോദിച്ചു, പ്രമോദ് കോട്ടൂളി ഇങ്ങനെ വിശദീകരണം കൊടുക്കാൻ വേണ്ടി പോകുന്നു, പാർട്ടി അത് ഒതുക്കി തീർത്തിരിക്കുന്നു, പരാതിക്കാരന് പരാതിയില്ല. ഇതാണോ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നാൽ ഇതാണോ ഈ സാക്ഷര കേരളത്തിലെ ആളുകൾ വായിക്കേണ്ട വാർത്ത, കേൾക്കേണ്ട വാർത്ത? ഇതാണോ? ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുമ്പോഴാണല്ലോ. എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? ഫോണിലാണോ? ആ ഫോൺ കോൾ ഹിസ്റ്ററി എടുത്തോ? ആരന്വേഷിക്കും അതിനെ സംബന്ധിച്ച്? ഇപ്പൊ ഇന്നിപ്പോ പുറത്തു വരുന്ന വാർത്ത, ഈ ബന്ധപ്പെട്ട ആളുമായിട്ട് പ്രമോദ് കോട്ടൂളി എത്രയോ തവണ ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. എന്താ സംസാരിച്ചത്? എന്താ? പ്രമോദ് കോട്ടൂളി അവരെ ബന്ധുവാണ്. ഇതാരാണ് അന്വേഷിക്കേണ്ടത്? പാർട്ടിയാണ് അന്വേഷിക്കുന്നത്. CPM-ന്റെ അന്വേഷണ കമ്മീഷനാണോ ഇത് അന്വേഷിക്കേണ്ടത്? അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ രീതിയിൽ വിഷയം ഏറ്റെടുക്കാനും പ്രക്ഷോഭം നടത്താനും തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് ഇതറിയാൻ ആഗ്രഹമുണ്ട്. കാരണം PSC പോലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർത്തിട്ടുള്ള സംഭവമാണ്. അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ലക്ഷക്കണക്കായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതിന് തക്കതായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് 15-ാം തീയതി കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് ഉദ്ഘാടനം ചെയ്തു.